കുറച്ച് പാല് വേണ്ടിയിരുന്നു. അങ്ങ് അടുക്കളപ്പടിക്കെ കൊണ്ടുവരാം. കറന്ന ചൂടാറും മുമ്പേ വേഗം വേഗം വേണം. എന്നെ അച്ഛത്താക്കോ, താനെ അവമാനിക്കോ. തിരുമേനി ജപിച്ചു തന്നതാ, വേഗം കുടിച്ചോ. വേണ്ട, എനിക്ക് വിശപ്പില്ല. വിശപ്പിന്റെ കുന്ത ആര് ചൂണ്ടി? താമരക്കണ്ണുള്ള ഒരു സ്വർഗഗംഗ അല്ല, തവള മോന്തിയുള്ള ഒരു കൊറ്റിയാട്. ചുമ്മാ കുഴയാതെ പൊടി വേണേ. പിന്നെ നമ്മ എന്തെടുക്കാൻ പോവാ ഇവിടെ? പുല്ലാങ്കുഴലും വിളിച്ച് വെള്ളാറങ്ങുന്നേ കടന്നിറങ്ങുക അല്ലയോ? തന്ത്രി, അവൻ മഴയ്ക്ക് വല്ല സ്വപ്നം കൊണ്ട് നിൽക്കാവൂ. അതെ, വേറെ വല്ലവള്ളിയുമായി നോക്കായിരിക്കും. പൂ പോലുള്ള ആ പിഞ്ചു മനസ്സ് മനുഷ്യബന്ധങ്ങൾ അത്രമാത്രം ഭയപ്പെടുകയാണ്. അതെ, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് ഒരാണ്ട് തികയായി. എങ്കിൽ അതിന്റെ ആണ്ട് പിറന്നാൾ ആഘോഷിക്കാൻ നിശ്ചയമായി അവൻ എത്തും. ഉവ്വ, അതിന്റെ ശ്രാർത്ഥം മൂട്ടാൻ. ചേച്ചി, ദേ പുല്ലാങ്കുഴൽ. അരുത് ബാനു, ഞാൻ തനിച്ചിവിടെ എങ്ങനെ നിൽക്കും? പിന്നെ തനിച്ചല്ലായിരുന്നു പ്രേമിച്ചത്. ചേച്ചി, ആ താഴാക്കുളത്തിലൊരു വലിയ താമര. വരൂ, പറിച്ചു തരാം. വാണിച്ചല്ലേ, ഞാൻ ചേച്ചി കൂടി നിൽക്കാം. വേണ്ട. തമ്പുരാട്ടി, പൂവ് മറ്റേ കൊമ്പില. മനുഷ്യർ വഴിതെറ്റി വന്നാൽ വിവരം പറയണ്ടേ? വേണ്ട. എന്നാൽ ദേ കിടക്കുന്ന തന്റെ ആട്. അതിനെങ്ങ് വിട്ടേക്കൂ, ആകെ അഴുക്കാണ്. ഈ അഴുക്ക് എനിക്കഴക. എന്താ അരിതേ? ദയവ് ചെയ്തു പോകും. ഈ അവിവേകം സമുദായം അനുവദിക്കുകയില്ല. സമുദായത്തെ കുറിച്ചേ വിചാരമുള്ളൂ. അതിനുള്ളിൽ എന്നെ പോലെ ചില മനുഷ്യരുമുണ്ട്. ഏതിനും ആ കുഞ്ഞാടിനെങ്ങ് തരൂ. ഇല്ല. എന്തിനാ എന്നിട്ടിങ്ങനെ വേദനിപ്പിക്കുന്നേ രമണ? എന്റെ ജീവനിലും ജീവനായി ഞാൻ ആരാധുകയല്ലേ. ഈ പുല്ലാങ്കുഴലിന് വേണ്ടി എന്റെ ആത്മാവ് പൊരിയുകയാണ്. ചന്ദ്രി, ഇതാണിപ്പോ പണി. ഒരു വലിയ പൂവ് എന്റെ പ്രാണൻ അങ്ങ് പോയി പോയി പാവാട മാറ്റണേ. കഴിഞ്ഞോ? ഇന്നൊന്ന് തേച്ചു വിളിച്ചു. എന്നാലും ഞാൻ ഉണ്ടോ? പിന്നെ ഒരു ഉറക്കം. നശിപ്പ് കടന്നു പോകുന്നു. കച്ച കണി അത് പോരായിരിക്കും. കേസ് നടത്താൻ നടക്കുന്ന ഒരാള് സെയ്ത്ത് പോരായിരിക്കും. മതി, ഉമത്തന്റെ കയ്യും പിടിച്ചവർ നിരന്നു എരക്കും തലയും കുത്തി നടന്നിരക്കും. പക്ഷേ കൂടെ മോളും കാണും. കാണും കാണും. അത് വിചാരിച്ച് ഉറക്കൊഴിച്ചോ. രമണ, രമണ, നീ എന്നിൽ നിന്നാ രഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണോ? ഇരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. ദയവ് ചെയ്തിനെ ഉപദ്രവിക്കാതെ പോകും അതിന്. ഇല്ലടാ, നിന്റെ ഇളം കരളിൽ ഒരു വലിയ മുള്ളു കുത്തിയിട്ടുണ്ട്. നേര് പറയടാ, ഞാൻ എന്തെങ്കിലും നിന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ടാവുകയാണ്. ഞാനതെപ്പറ്റി ഓർമ്മിക്കുന്നത് പോലും ഭയന്നാണ്. അപ്പോ ആടിനെ തെളിച്ച് കാട് വിടേണ്ടി വരുവോടാ? ചിലപ്പോൾ അതിലും ഭയങ്കരമായിരിക്കും അതിന്റെ അന്ത്യം. എന്ത് പണ്ടാരമാണേലും പറ രമണ, വേണ്ടി വന്നാൽ അതിനുവേണ്ടി മരിക്കാം മോനെ. ആകാശത്ത് നിൽക്കുന്ന ഒരു വെള്ളി നക്ഷത്രം
പൂഴിമണ്ണിൽ നിൽക്കുന്ന ഒരു പുൽക്കൊടിയെ പ്രേമിക്കുന്നു മദന. വെള്ളിനക്ഷത്രം, ആ പ്രഭകുമാരി ചന്ദ്രികയും, പുൽക്കൊടി ഞാനും. നീയും എന്നെ പരിഹസിക്കുകയാണോ? എടാ, ഈശ്വരൻ അറിഞ്ഞു തന്ന ഇഷ്ടദാനമാണടാ അത്. അതിന്റെ മുമ്പ് നീ കുമ്പിടണം. വേണം എന്നേക്കുമായി. പക്ഷേ സമുദായം അതൊന്നും അനുവദിക്കില്ല മദന. സമുദായത്തിന് കല്യാണക്കുറിയല്ലേ പണി. പോടാ. എന്താ സംഗീതം പെയ്ത് മഴയെ തോൽപ്പിക്കാം? അല്ല, ഞങ്ങൾ കിടക്കായി. മോളിന്ന് അച്ഛന്റെ കൂടെ വരുന്നില്ലേ? ഇല്ല, ഞാൻ ചേച്ചിയുടെ കൂടെ കിടക്കാം. അതെന്തിന്? ചെല്ലു വേഗം. അച്ഛൻ പോയിക്കാൻ ഞാൻ പറകെ വരാം. വിരോധം ഇല്ലെങ്കിൽ അച്ഛൻ കാത്തു നിൽക്കാം. ആ ജനലും വാതിലും ഒക്കെ നല്ലോണം അടച്ചോണം ഭാനു. മഴക്കാറേറ്റ് മക്കൾക്ക് ജലദോഷം ഉണ്ടാവണ്ട. ചേച്ചിക്ക് ഇപ്പഴായി ജലദോഷ. അതിന്റെ ഓഹരി അനിയത്തിക്ക് കിട്ടിയില്ലായിരിക്കും. വന്ന് കിടക്കൂ ചന്ദ്രി. പറഞ്ഞില്ലേ സുഖമായി പോയി കിടന്നുറങ്ങിക്കോളാൻ. മഴ നനഞ്ഞ വല്ല ദീനവും പിടിക്കും ചന്ദ്രി. ദീനം പിടിച്ച് ചാവട്ടെ. നമ്മൾ എന്ത് ചെയ്യും ചന്ദ്രി? ആ ശുദ്ധാത്മാവിന് എന്തിലും ഭയമാണ്, ആരിലും സംശയവും. ആയിക്കൊള്ളട്ടെ. ആ നിഷ്കളങ്കന് നിന്നെ ആരാധിക്കാനേ അറിയൂ ചന്ദ്രി. അവന്റെ കണ്ണിൽ നീ രക്തവും മാംസവുമുള്ള മനുഷ്യകന്യകയല്ല, സ്വർഗഗന്ധമുള്ള ദേവതയാണ്. എന്തായാലും ആ പുല്ലാങ്കുഴൽ എനിക്ക് കിട്ടാതെ വയ്യ പാനു. എന്തു ചെയ്തു അതെനിക്ക് നേടിത്തരൂ പാനു.